ഹായ് ഗൈസ്. സോ സ്കൂൾ സ്റ്റോറി നമ്പർ 4. സോ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു കോപ്പിയടിയാണ്. ഓക്കെ, ലൈക്ക് ഇൻസിഡൻറ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 10th സ്റ്റാൻഡേർഡ് ഇരിക്കുന്നുണ്ട്, ഇവിടെ 8th ഇരിക്കുന്നുണ്ട്, ഒരു 6th കുട്ടി ഇരിക്കുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെ റോയിൽ ഇവിടെ ഒരു 10th കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ 6th കുട്ടി ഇങ്ങനെ താഴെ വെച്ചാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുകളിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അതേ വഴിക്ക് വന്ന സമയത്ത് ആ പേപ്പറിൽ ആർട്ടറി വെയിൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. 6th എക്സാം ഇംഗ്ലീഷിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വേറെ ആരുടെ പേപ്പർ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പേപ്പർ നോക്കി ഇപ്പുറത്തുള്ള കുട്ടി സൂപ്പറായി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ ഞാൻ ആ കുട്ടിയെടുത്ത് ചോദിച്ചു, ഇതാണ് ഫൺ പാർട്ട്, ഈ പേപ്പർ എന്താ ഇവിടെ വന്ന് എന്തിനിങ്ങനെ വെച്ച്? സർ, ഞാൻ എൻ്റെ പേപ്പർ പാഡിന് പുറത്ത് വയ്ക്കുക. എന്തൊരു കളത്, പാഡിന് പുറത്ത്. ശരി, എന്നാൽ 8ാം ക്ലാസ്സുകാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിനും അപ്പുറത്ത് കൊണ്ട് പേപ്പർ വെച്ചിരിക്കുക. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യണ്ട, ഞാനത് വെച്ചതാണ്. എന്നിട്ട് ഞാൻ ആ പേപ്പർ എടുത്ത് ഞാൻ പറഞ്ഞു, നീ ഒന്നും കൂടി പുതിയതായിട്ട് എഴുതിക്കോ പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ സോറി സാറിനൊക്കെ പറഞ്ഞ് ഇനി ചെയ്യില്ലാന്ന് പറഞ്ഞു. സോ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കൊടുത്തു. ഞാൻ ഈ ഇപ്പുറത്തുള്ള കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, അറിയണത് എഴുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ കോപ്പി അടിക്കുന്നത് അത്ര നല്ല ശീലമല്ല. ലൈക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, പാരൻസിനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഐ ഓൾസോ ഡൺ ദിസ്. ഞാൻ എല്ലാം ഭയങ്കര പുണ്യാളൊന്നുമല്ല, പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും എക്സാംസ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതേണ്ടി വരും. ആ സമയത്ത് പണിപ്പാടും ആരും ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല. സോ ആ ട്രൂത്ത് അറിയണമെന്ന് പറയുകയാണ്. അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ചെറിയ ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ സ്കൂൾ എക്സാമിനൊന്നും കോപ്പി അടിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? സോ നന്നായി പഠിക്കുക, പരീക്ഷ എഴുതുക. പഠിച്ചില്ലെങ്കിൽ എക്സാം തോക്കും, അത്രേ ഉള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ സ്റ്റോറി. സോ അടുത്തൊരു ദിവസമായിട്ട് കാണാം.